ട്ടോപ്പിയായി കാണുന്നവരുണ്ട്. അത് നടക്കാനുള്ളതല്ല, കേവലം ഒരു സാങ്കല്പിക കഥയായി കാണുന്നവരുണ്ട്. എന്നാൽ അതൊരു ഉട്ടോപ്പിയല്ല, നടക്കേണ്ട സമയത്ത് കൃത്യമായി നടക്കാനുള്ള കഥയാ. അപ്പോ നിരീശ്വരവാദികൾ നടക്കില്ലെന്ന് പറയും, യുക്തിവാദികൾ നടക്കില്ലെന്ന് കരുതും. അപ്പൊ ആര് നടക്കില്ലെന്ന് കരുതിയാലും ആര് നടക്കരുതെന്ന് കരുതിയാലും ആസികളായ മോമിനീങ്ങളുടെ അവസ്ഥയാണത്. മഹാന്മാർ വിശദീകരിക്കുന്നു, തെറ്റു ചെയ്യുന്ന മോമിനീങ്ങൾക്ക് ഇതുണ്ടാകും എന്നൊരു ചെറിയ ധാരണയുണ്ട്. പക്ഷേ അത് നടക്കരുതേ എന്നവർക്ക് ആഗ്രഹമുണ്ട്. കാരണം നടന്നു കഴിഞ്ഞാൽ എന്റെ കഥ കട്ടപ്പുകയാണ്. ഇതറിയുന്നത് കൊണ്ട് അവർക്ക് പേടിയുണ്ട്, ഭയമുണ്ട്. അവർക്ക് ആ കാര്യത്തിൽ അവർക്ക് ബേജാറുണ്ട്. അതുകൊണ്ട് ആര് നടക്കില്ലെന്ന് കരുതിയാലും ആര് നടക്കരുതെന്ന് കരുതിയാലും സംഗതി നടക്കേണ്ടത് നടന്നു കഴിഞ്ഞാൽ, വാഖിയ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിന്റെ പേരാ, സംഭവിക്കേണ്ട മഹാസംഭവം. ആ സംഭവിക്കേണ്ട മഹാസംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ തന്നെ സംഗതി നടക്കുമെന്നായി. ഖിയാമത്ത് നാളിനെ ഈ പരിചയപ്പെടുത്തിയ പേര് ഖിയാമത്ത് നാൾ നടക്കും എന്ന ഉറപ്പ് നമുക്ക് നൽകുന്നതാണ്. അല്ലാഹു തആല സൂറത്തുൽ ഹാഖയുടെ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, സൂറത്തുൽ ഹാഖ 15-ാം വചനം, ഫയൗമൈദിൻ വഖഅത്തിൽ വാഖിയ, അന്നു നടക്കേണ്ടത് നടക്കും കേട്ടോ. ഫയൗമൈദിൻ വഖഅത്തിൽ വാഖിയ ലൈസ ലിവഖഅതിഹാ കാദിബ, ഇല്ല, ആ സംഭവം നടക്കുമ്പോൾ അന്നതിനെ കളവാക്കുന്ന ഒരൊറ്റ നഫ്സും ഉണ്ടായിരിക്കില്ല. ലൈസ ലിവഖഅതിഹാ, അത് നടക്കുമ്പോൾ ഉണ്ടായിരിക്കില്ല. ലൈസ ലിവഖഅതിഹാ ഐ വഖ്ത വഖഅതിഹാ, അത് നടക്കുമ്പോൾ ഉണ്ടാവില്ല, അത് നടക്കുന്ന സമയത്ത് ഒരിക്കലും ഉണ്ടാവില്ല. ലൈസ ലിവഖഅതിഹാ കാദിബ, അവരുടെ ആ സംഭവത്തെ കളവാക്കുന്ന ഏതെങ്കിലും ഒരു ശരീരം, ഏതെങ്കിലും ഒരു മെമ്പർ ഉണ്ടാകുമോ? അവിടെ ഇല്ല. തീർച്ചയാണ് യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ നേതാവായിരിക്കും. പക്ഷേ നടക്കേണ്ടത് നടന്നു കഴിഞ്ഞാൽ അയാൾ പറയും, നമുക്കൊക്കെ തെറ്റുപറ്റിയടാ. ഉറപ്പാണ്. ഇവിടെ ഒരുപക്ഷെ ഏത് ചെയ്തിട്ടുണ്ടായിരിക്കാം, യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ പക്ഷത്തു നിന്ന് മുവഹിദീങ്ങളോട്, ഏകദൈവ വിശ്വാസികളോട് ഒരുപക്ഷെ വാഗ്വാദം നടത്തിയവനായിരിക്കാം. വാദപ്രതിവാദം നടത്തി ഏകദൈവ വിശ്വാസികളെ മലർത്തിയടിച്ചു എന്ന് വാദമുള്ളവനായിരിക്കാം. ഒരുപക്ഷെ സംഗതി സാധിച്ചേക്കാം. അവന്റെ വാചക കസർത്ത് കൊണ്ട് ഒരുപക്ഷെ മുഅ്മിനീങ്ങളെ പരാജയപ്പെടുത്താൻ സാധിച്ചേക്കാം. പക്ഷേ ഒരു കാര്യം സത്യമാണ്, എത്ര ഞെളിഞ്ഞാലും ഈ സംഭവം നടക്കുമ്പോൾ അതിനെ കളവാക്കുന്ന ഒരൊറ്റ ശരീരവും ഇവിടെ ഉണ്ടാവില്ല. ഇന്നൊരു പക്ഷേ കലാനാഥൻ സാറ് സംവാദങ്ങൾ നടത്തി വിജയിക്കുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ടാകാം. പക്ഷേ കലാനാഥൻ സാറിന് ഹയാത്തുണ്ടെങ്കിൽ ഉറപ്പാണ് ഈ ഘട്ടം വരുമ്പോ അദ്ദേഹവും സമ്മതിക്കും, മക്കളെ ഇത് യാഥാർത്ഥ്യമാണ്, ഇത് വെറുതെ ഓലപ്പാമ്പായിരുന്നില്ല, ഇത് യാഥാർത്ഥ്യമാണെന്ന് സമ്മതിക്കും. ഖുർആനിനെ വിമർശിക്കുന്നവരൊക്കെ സമ്മതിക്കും. യുക്തിവാദികളും അതേ രൂപത്തിൽ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളും എല്ലാവരും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. നടക്കേണ്ടത് നടന്നു കഴിഞ്ഞാൽ അന്നതിനെ കളവാക്കുന്ന ഒരൊറ്റ ശരീരവും ഉണ്ടാവില്ല. ലൈസ ലിവഖഅതിഹാ കാദിബ, തീർച്ചയായിട്ടും അതാ അത് നടക്കുമ്പോൾ അതിനെ കളവാക്കുന്ന ഒരൊറ്റ ശരീരവും ഉണ്ടാവില്ല. അല്ലെങ്കിൽ മറ്റൊരു വ്യാഖ്യാന പ്രകാരം രണ്ടു വ്യാഖ്യാനവും ശരിയാണ്, അത് നടക്കുന്നതിനെ കളവാക്കുന്ന ഒരൊറ്റ ശരീരവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഖിയാമ അങ്ങ് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ അള്ളാഹുവിനോട് മസില് പിടിക്കാൻ, ആഹാ നീ അങ്ങനെ ഉണ്ടാക്കേ, ഞാൻ അതിന് അനുവദിക്കൂലെന്ന് പറയാൻ ഭൂലോകത്തൊരൊറ്റ കുട്ടിക്കും കഴിയില്ല. അതിനെ കളവാക്കാൻ ആർക്കും കഴിയില്ലെന്ന് പറഞ്ഞാൽ അത് വേണ്ടാന്ന് വെക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. ഇസ്തജീബൂ ലിറബ്ബികും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു മിൻ അല്ലാഹ്, തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ തീരുമാനങ്ങളെ തട്ടിക്കളയാൻ കഴിയാത്ത, അതിനെ ബ്ലോക്ക് ചെയ്ത് നിർത്താൻ കഴിയാത്ത ഒരു ദിവസം വരുന്നുണ്ട്. ആ ദിവസം വരുന്നതിന്റെ മുമ്പ് പടച്ച റബ്ബിന്റെ പ്രബോധനം ഉൾക്കൊണ്ടോ, അള്ളാഹു വിളിക്കുന്നിടത്തേക്ക് അള്ളാഹു തആല വിളിക്കുന്നിടത്തേക്ക് ചെന്നോ, അള്ളാഹുവും റസൂലും വിളിക്കുന്ന ആ സത്യത്തിലേക്ക് നീ ഉത്തരം ചെയ്യണം. എപ്പോഴോ നീ ആ സത്യത്തെ പുൽകാൻ തയ്യാറാവണം. മനുഷ്യരോടായിട്ട് അള്ളാഹു തആല സൂറത്തു ശൂറയുടെ 47-ാം വചനത്തിൽ പറഞ്ഞു. അപ്പൊ ആർക്കും തട്ടിക്കളയാൻ കഴിയാത്ത ഒരു സംഗതിയാണത്. അന്ന് ഒരൊറ്റ കുട്ടിക്കും അത് വേണ്ടാന്ന് വെക്കാൻ തൽക്കാലം സാധ്യമല്ല. അള്ളാഹുവിന്റെ വാക്ക് സത്യമാണ്, സ്ഥിരപ്പെട്ട വചനമാണ്.
എന്തെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിൽ അത് കൃത്യസമയത്ത് നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. വയൗമ യഖൂലു കുൻ ഫയകൂൻ ഖൗലുഹുൽ ഹഖ് വലഹുൽ മുൽക് യൗമ യുൻഫഖു ഫിസ്സൂരി ആലിമുൽ ഗൈബി വശ്ശഹാദ വഹുവൽ ഹകീമുൽ ഖബീർ. തീർച്ചയായിട്ടും അല്ലാഹുവിന് ഇതിനൊന്നും ഒരു പ്രയാസമില്ല. ഉണ്ടാവൂ എന്ന് പറയുമ്പോഴേക്ക് അതുണ്ടാവും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഉണ്ടാവൂ എന്ന് പറയേണ്ട ആവശ്യവുമില്ല. അള്ളാഹുവിന്റെ ഇറാദത്ത് അല്ല ഉണ്ടാവണമെന്ന് കരുതുന്നതോടുകൂടെ, ആ വിഷയവുമായി ബന്ധിക്കുന്നതോടുകൂടെ, ഉണ്ടാവണമെന്നുള്ള കരുതുന്നതോടുകൂടെ ഫയകൂൻ, ഖിയാമമാണോ അതുണ്ടാവും, സുനാമിയാണോ അതുണ്ടാവും, ഭൂകമ്പമാണോ അതുണ്ടാവും. അല്ല ഒരു സംഗതിയോട് ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അതുണ്ടാകും. ഖൗലുഹുൽ ഹഖ്, അള്ളാഹുവിന്റെ വാക്ക് സ്ഥിരപ്പെട്ട വചനമാണ്. അതിനെ തകർക്കാൻ ഒരൊറ്റ കുട്ടിക്കും സാധ്യമല്ല. അതിന്റെ സ്ഥിരതയെ ചോദ്യം ചെയ്യാൻ ഒരൊറ്റ കുട്ടിക്കും സാധ്യമല്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, ലികുല്ലി നബഇൻ മുസ്തഖർ, ലികുല്ലി നബഇൻ മുസ്തഖർ, ഓരോ വാർത്തക്കും ഓരോ സ്ഥിരീകരണമുണ്ട്. അല്ലാഹ് പറഞ്ഞ ഓരോ കാര്യങ്ങളും സ്ഥിരീകരിക്കപ്പെടും. ഖിയാമത്ത് നാളിന്റെ ശേഷം സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്, ഖിയാമത്ത് നാൾ നടക്കുമ്പോൾ സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്, ഖിയാമം വരെയായിട്ട് സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഈ പറയാൻ പോകുന്ന, ഇനി ഞാൻ ഖിയാമത്തിന്റെ ചിത്രം ഒന്ന് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഏതെങ്കിലും ഒരു അധ്യായത്തിലേക്ക് സഹായത്തിന് നമ്മൾ പോവുകയാണ്. എന്നിട്ട് അത് എടുത്തിട്ട് ഏറ്റവും നന്നായിട്ട് ഇതൊക്കെ സംഭവിക്കുമ്പോൾ അതിനെ കളവാക്കുന്ന ഒരാളുണ്ടാകൂല എന്ന് പറയുന്നത് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഖിയാമം നടക്കുന്ന ആ ചിത്രം, സർവലോകനാശത്തിന്റെ ചെറിയ ഒരു ചിത്രമെങ്കിലും നമുക്ക് കിട്ടണം. ആ സർവലോകനാശത്തിന്റെ ചിത്രം ഏറ്റവും നന്നായിട്ട് നമുക്ക് പരിചയപ്പെടാൻ പറ്റിയ സൂറത്തു തക്വീറിലാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൻ സറഹു അൻ യൻദുറ ഇലാ യൗമിൽ ഖിയാമത്തി റഅയൽ ഐൻ ഫൽയഖറ സൂറത്തത് തക്വീർ. മൻ സറഹു, ആർക്കെങ്കിലും സന്തോഷം തോന്നിയെങ്കിൽ, അൻ യൻദുറ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലേക്ക് നോക്കുന്നതാർക്കെങ്കിലും സന്തോഷമായി തോന്നിയെങ്കിൽ, ഖിയാമം കാണുന്നതാർക്കെങ്കിലും സന്തോഷമായി തോന്നിയെങ്കിൽ, റഅയൽ ഐൻ, നഗ്നനേത്രം കൊണ്ട് ഖിയാമം കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, പച്ചയായ കണ്ണുകൊണ്ട് എനിക്ക് ഖിയാമത്ത് നാൾ ഇപ്പൊ ഒന്ന് കാണണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഖിയാമത്ത് നാൾ കാണുക അന്ന് അത് ഭാഗ്യമുള്ള, അതിന് വിധിക്കപ്പെട്ട ആളുകൾ മാത്രമേ ഉള്ളൂ. ഭാഗ്യം എന്നതിനെ കുറിച്ച് പറയാൻ വയ്യ. അതിന് വിധിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഖിയാമം കാണാൻ കഴിയുള്ളൂ. എന്നാൽ ആ സംഗതി ഇന്ന് എനിക്ക് ആ ചിത്രം ഒന്ന് കാണണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഫൽയഖറ സൂറത്തത് തക്വീർ, സൂറത്തു തക്വീർ അവനൊന്ന് പാരായണം ചെയ്തോട്ടെ, സൂറത്തു തക്വീർ അവനൊന്ന് പാരായണം ചെയ്തോട്ടെ. ഫൽയഖറ സൂറത്തത് തക്വീർ. കാരണം സൂറത്തു തക്വീർ ശരിക്ക് സർവലോകനാശത്തിന്റെ ചിത്രം, അത് കുറെ കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്നത് ഇപ്പൊ ഇങ്ങനെ നടക്കുന്നത് പോലെ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. എവിടോ നടക്കുന്നത് നമുക്ക് ലൈവായിട്ട് സ്ക്രീനിൽ കിട്ടാറുണ്ട്. അതേ ഒരു ആനന്ദം യഥാർത്ഥത്തിൽ സൂറത്തു തക്വീർ ഓതുമ്പോൾ ഉണ്ടാവും. അതേ ഒരു ഭയാനകതയും. കാരണം എന്താ, യുഗങ്ങൾ കഴിഞ്ഞിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു സ്ക്രീനിൽ ഇങ്ങനെ സമർപ്പിക്കുന്നത് പോലെ തോന്നും നമുക്കത് ഓതുമ്പോൾ. ശരിക്കതിന്റെ മുഴുവൻ ചിത്രവും റസൂലുള്ളാഹി വെറുതെ പറഞ്ഞതല്ല, അതിന് മറ്റൊരു അധ്യായമല്ല ഓതേണ്ടത്, സൂറത്തു തക്വീറാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തു തക്വീറിലേക്ക് തന്നെ പോകാം. അതിന്റെ മുമ്പ് അള്ളാഹു പറഞ്ഞതൊക്കെ സ്ഥിരപ്പെടുന്ന ആദ്യം പറയണം. അതെന്തിനാ ഞാൻ പറയുന്നത് വെച്ചാൽ, ഇതേ പള്ളിയിൽ നിന്ന് 3 കൊല്ലം മുമ്പ് ഞാനൊരിക്കൽ പരലോകം ഖുർആനിൽ എന്ന വിഷയം 10 ദിവസം അവതരിപ്പിച്ചപ്പോൾ 9 ദിവസം ആ വിഷയം കേട്ടിരുന്ന ഒരു സഹോദരൻ 10ാമത്തെ ദിവസം അയാളുടെ മനസ്സ് മാറി. ഈ റൂമിൽ ഞാനിങ്ങനെ വിശ്രമിക്കുമ്പോൾ എന്നോട് വന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഉസ്താദെ, ഞാൻ ഈ 9 ദിവസം നിങ്ങളുടെ ക്ലാസ്സിലിരുന്നത് മറ്റൊരു മെന്റാലിറ്റിയോടുകൂടെയാണ്. അന്നിരിക്കുമ്പോഴുള്ള മാനസികാവസ്ഥയല്ല ഇന്നിരിക്കുമ്പോഴുള്ളത്. എന്റെ ഈ 9 ദിവസം നിങ്ങൾ ഈ സ്വർഗവും നരകവും ഹിസാബും ഒക്കെ പറയുമ്പോൾ എന്റെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ സംശയം, ഇതൊക്കെ ഇപ്പൊ ഉണ്ടാകാനുള്ളത് തന്നെയാണോ? അയാൾ പറയാ, ഈ പറയുന്ന ഉസ്താദിന് എന്നെ ഇപ്പൊ ഇത് ഉറപ്പുണ്ടേക്കൂ എന്നൊക്കെ ഞാൻ അങ്ങനെ കരുതിപ്പോയി. ഈമാനിന്റെ കുറവുകൊണ്ടാണ് അങ്ങനെ തോന്നിപ്പോകുന്നത്. ഏതായാലും അയാൾ പറഞ്ഞു, എനിക്കൊരു ഉള്ളിന്റെ ഉള്ളിലൊരു സംശയം, ഇതൊക്കെ ഒരു ഓലപ്പാമ്പ